അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായാണ്. മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായ. ഈ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നല്ലോണം പഴുത്തു പോകരുത്, തീരെ പഴുക്കാതിരിക്കരുത്, ഒരു മീഡിയം പഴുപ്പിലായിരിക്കണം. അങ്ങനത്തെ 3 പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ പഴം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാൻ അവനിലാണ് പഴം പുഴുങ്ങിയെടുക്കുന്നത്. ഇത് അവനിൽ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന പാത്രമാണ്. ഇതിൻ്റെ താഴെയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മേലെ സ്റ്റീമർ വെച്ച് പഴം ഇതിലേക്ക് വെച്ച് മൂടി അവനിൽ പുഴുങ്ങിയെടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് അടുപ്പിൽ വെക്കുന്ന സ്റ്റീമറാണുള്ളതെങ്കിൽ അങ്ങനെ അടുപ്പിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ കുക്കറിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒരു വിസിൽ കൊടുത്താൽ പഴം നന്നായി പുഴുങ്ങി കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെ അവനിൽ വെച്ചാണ് പുഴുങ്ങിയെടുക്കാറ്, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ പഴം ഞാനിവിടെ പുഴുങ്ങി തൊലി കളഞ്ഞ് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം, സ്മാഷ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലും ചെയ്യാം, വെള്ളമില്ലാതെ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കാം, അതല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, നന്നായി സ്മാഷ് ചെയ്യണം, കട്ടൊന്നുമില്ലാതെ നന്നായി ഉടച്ചെടുക്കണം. പഴം ഞാനിവിടെ നന്നായി സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതുവരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ, അപ്പോൾ ഉരുട്ടിയെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ, ഏലക്കായ പൊടി, പിന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷേ ഞാൻ നെയ്യാണ് ഉപയോഗിക്കാറ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം, അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം. അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 10-15 ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. മുന്തിരി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക്
നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന മുട്ടക്കൂട്ട് ചേർത്ത് കൊടുക്കുക. മുട്ടക്കൂട്ട് ചേർത്ത് 1 മിനിറ്റ് ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്ത് ചിക്കിയെടുക്കുക. സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇപ്പോൾ മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇത് വല്ലാതെ ഡ്രൈ ആവണ്ട, അപ്പോൾ ഫില്ലിങ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി വറക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തേങ്ങ ചേർത്ത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫില്ലിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒരു ബൗളിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഇത് ഈ ചട്ടി തന്നെ ഇരുന്നാൽ ഫില്ലിങ് ഡ്രൈ ആയി പോവും. അങ്ങനെ ഡ്രൈ ആയാൽ ഉന്നക്കായ ചെയ്യുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു നനവോട് കൂടി തന്നെ ഇരിക്കണം ഫില്ലിങ്, എന്നാൽ കൂടുതൽ നനവ് പാടില്ലതാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫില്ലിംഗ് എല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഉരുട്ടിയെടുക്കാം. ആദ്യം കുറച്ച് ഓയിലെടുത്ത് കയ്യിലൊന്ന് തടവുക, ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് വേണ്ട വലിപ്പത്തിലുള്ള മാവ് എടുക്കാം. ഞാനിതാ പത്ര പോന്നൊരു ഉരുളെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായി ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തിയെടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അരികിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുക. കയ്യിലെണ്ണ പറ്റി ഇനി അടുത്ത ഉരുളും കൂടി ഉരുട്ടിയെടുക്കുക. എത്ര വലുപ്പത്തിൽ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആക്കിയെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്നിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല ഷേപ്പിലുള്ള ഉന്നക്കായായി. ഇനി അടുത്തതും ഇതേപോലെ ഉരുട്ടിയെടുക്കുക. കയ്യിലൊന്ന് എണ്ണ പറ്റി പഴം അടച്ച് വെച്ചതിന് ഇങ്ങനെ ഒരു ഉരുള എടുത്തതിന് ശേഷം
ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ പരത്തുക. എന്നിട്ട് അതിനെ എടുത്ത് ഇങ്ങനെ രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കി എടുക്കുക. ഇങ്ങനെ 2 വിരലും വെച്ച് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ഇങ്ങനെ ആയി കിട്ടും. ഇങ്ങനെ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അരികെ ക്ലോസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. അരികെ ക്ലോസ് ചെയ്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ എല്ലാ ഉന്നക്കായും ചെയ്തെടുക്കുക. ഉന്നക്കായ ഉരുട്ടിയെടുത്തതിന് ശേഷം മുഴുവൻ പൊരിക്കുന്നില്ല എങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട്, എയർ ടൈറ്റായ കണ്ടെയ്നറാവണം, അതിനകത്താക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ ആവശ്യം വരുമ്പോൾ എടുത്ത് പൊരിക്കാം. കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം എടുത്ത് പൊരിച്ചാൽ മതി. 2-3 ആഴ്ചയോളം കേടാവാതെ അങ്ങനെ ഇരിക്കും. ഇനി ഉന്നക്കായ പൊരിച്ചെടുക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിരുന്നു. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. ഇപ്പോൾ ഉന്നക്കായ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ ഉന്നക്കായും പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഉന്നക്കായ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റ് ചെയ്യാം. ഞാൻ ഉന്നക്കായ ഒറ്റുന്നത് 2-3 തവണ കാണിക്കുന്നുണ്ട്. അത് പുതുതായി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങളെൻ്റെ റെസിപ്പി ചെയ്യുമ്പോൾ ഫെയിലാവരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നന്നായി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അറിയുന്നവരൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.
പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് വേറെ റെസിപ്പിയായി വീണ്ടും വരാം. താങ്ക് യു.